നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS ആദ്യ ബാച്ചിന്റെ പ്രവേശനോത്സവം നടന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓടയംചാലിലെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 8 കോടി രൂപ ചിലവഴിച്ചാണ് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചത്. MDMA-യുമായി അണങ്കൂർ സ്വദേശി പിടിയിൽ. മുഹമ്മദ് റിയാസ് ആണ് വീട്ടിൽ സൂക്ഷിച്ച മയക്കുമരുന്നുമായി പിടിയിലായത്. ബ്രഹ്മശ്രീ ഡോക്ടർ സോമരാജ് രാഘവാചാര്യയ്ക്ക് ശ്രേഷ്ഠ സേവാരത്നം പുരസ്കാരം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒരു വ്യക്തിക്ക് ആദ്യമായാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ട്രെയിനിൽ നിന്നും ഹൈദരാബാദ് സ്വദേശിനിയുടെ ഹാൻഡ് ബാഗ് കവർന്ന കേസിലെ പ്രതി പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി അശ്വിനാണ് പിടിയിലായത്. മഴ പോലും തടസ്സമായില്ല. മഹാത്മാ സാംസ്കാരിക വേദി പ്രവർത്തകർ ഈയക്കാട് വായനശാല മുതൽ ട്രാൻസ്ഫോമർ ജംഗ്ഷൻ വരെയുള്ള റോഡരിക് ശുചീകരിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് 13-കാരിയായ മകളെ സ്വന്തം പിതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. മംഗളൂരു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് പെൺകുട്ടി 4 മാസം ഗർഭിണിയാണെന്ന വിവരം അറിയുന്നത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പ്രതിയെ നാട്ടുകാർ പിടികൂടി ഹോസ്ദുർ പോലീസിന് കൈമാറി. ഹോസ്ദുർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 13 വയസ്സുകാരിയെ സ്വന്തം പിതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. കേസിൽപ്പെട്ടതിന് പിന്നാലെ പാസ്പോർട്ടുമായി സ്ഥലം വിടാനൊരുങ്ങിയ 40-കാരനെ നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പെൺകുട്ടിയെ മംഗളൂരു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് 4 മാസം ഗർഭിണിയായ വിവരം അറിയുന്നത്. പിന്നാലെ വിവരം പോലീസിൽ എത്തിയതോടെ പിതാവിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടെ പ്രതി രക്ഷപ്പെടാതിരിക്കാൻ പോലീസ് പാസ്പോർട്ട് വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തു. വിവരം നാട്ടുകാരെയും രഹസ്യമായി അറിയിച്ചു. അതിനിടെയാണ് ഇന്ന് വീട്ടിലെത്തി പാസ്പോർട്ടുമായി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയത്. ഇതോടെയാണ് നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ആശുപത്രി അധികൃതർ വിവരം മഞ്ചേശ്വരം MLA KM അഷ്റഫിനെ അറിയിച്ചു. MLA വിവരം നാട്ടുകാരെയും കൗൺസിലറെയും അറിയിച്ചതും പ്രതിയെ പിടികൂടാൻ സഹായകമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS ആദ്യ ബാച്ചിന്റെ പ്രവേശനോത്സവം നടന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. അഖിലേന്ത്യാ തലത്തിലുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് 7 പേരും സംസ്ഥാന പട്ടികയിൽ നിന്നും 33 പേരുമാണ് പ്രവേശനം നേടിയത്. ഉക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പുതിയതായി ആരംഭിച്ച MBBS കോഴ്സിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കാസർഗോഡിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഇത് ചരിത്ര നിമിഷമാണെന്ന് മന്ത്രി പറഞ്ഞു. കാസർഗോഡ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി 4 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നും സർക്കാർ മെഡിക്കൽ കോളേജിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരളത്തിൽ ഏറ്റവും മികച്ച സ്പെഷ്യാലിറ്റി സെന്റർ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ ചരിത്രമാണ്. ഞാൻ ആദ്യമൊക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ കേട്ടിരുന്ന ഒരു ചോദ്യം, എന്താ കാസർഗോഡ് ജില്ല കേരളത്തിലല്ലേ? കാസർഗോഡ് ജില്ലയിൽ എന്ന് നമുക്കൊരു മെഡിക്കൽ കോളേജ് സാധ്യമാകും? കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇനി എങ്ങനെ മുന്നോട്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ മുന്നിൽ നാം കാണുന്നതും നമ്മൾ ഒന്നിച്ച് എല്ലാവരും ചേർന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ KV വിശ്വനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ സ്വാഗതവും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ PS ഇന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓടയംചാലിൽ പണി കഴിപ്പിച്ച ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 8 കോടി രൂപ ചിലവഴിച്ച് പണി പൂർത്തീകരിച്ച 43 കടമുറികളോട് കൂടിയതാണ് ഷോപ്പിംഗ് കോംപ്ലക്സ്. 8 കോടി രൂപ ചിലവഴിച്ച് പണി പൂർത്തീകരിച്ച 43 കടമുറികളോട് കൂടിയതാണ് ഷോപ്പിംഗ് കോംപ്ലക്സ്. കാസർകോട്ടെ 4 പ്രധാന റോഡുകളെ ബന്ധിപ്പിക്കുന്ന കേന്ദ്രമാണ് ഓടയംചാൽ. ഇവിടെ ഇത്തരത്തിലൊരു പദ്ധതി പൂർത്തിയാകുമ്പോൾ ഈ പ്രദേശത്തിന്റെ വികസനത്തിനും സമീപ പ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഉപകാരപ്പെടുന്നതാവും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. 2019 ഇത്തരമൊരു പദ്ധതിക്ക് തറക്കല്ലിട്ടത്. ഇടയ്ക്ക് കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികൾ ഉണ്ടായി. ഇപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് സ്റ്റാൻഡിന്റെ 1ാം ഘട്ട പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്.
ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനു മാത്രമല്ല പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഉപകരിക്കുന്നതാവും ഈ പദ്ധതി. ഓടയംചാലിൽ കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. സർവതല സ്പർശിയും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതവുമായ വികസനത്തിന്റെ സ്വാദ് എല്ലാ ജനങ്ങളിലും, വികസനത്തിന്റെ സ്പർശം എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കുകയാണ് നവകേരള സൃഷ്ടിയിലൂടെ സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇവിടെ നല്ല രീതിയിൽ വീട് പൂർത്തീകരിച്ച പഞ്ചായത്താണ് കോടോംബേളൂർ പഞ്ചായത്ത് എന്നത് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ തന്നെ പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. എ രാജഗോപാലൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ, ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി, വൈസ് പ്രസിഡന്റ് K ഭൂപേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്രീജ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി SG വിപിൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഓടയംചാൽ. MDMAയുമായി അണങ്കൂർ സ്വദേശി പിടിയിൽ. മുഹമ്മദ് റിയാസാണ് വീട്ടിൽ സൂക്ഷിച്ച മയക്കുമരുന്നുമായി പിടിയിലായത്. വീട്ടിൽ MDMA സൂക്ഷിച്ചിട്ടുണ്ട് എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി സൂക്ഷിച്ച 11.91 ഗ്രാം MDMA കാസർഗോഡ് പോലീസ് പിടികൂടി. അണങ്കൂർ സ്വദേശി മുഹമ്മദ് റിയാസ് AA ആണ് മയക്കുമരുന്നുമായി പിടിയിലായത്. പ്രതിയുടെ മുറിയിൽ സിഗരറ്റ് പാക്കറ്റുകളിൽ സൂക്ഷിച്ച നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ M, IPSന്റെ മേൽനോട്ടത്തിൽ കാസർഗോഡ് ഇൻസ്പെക്ടർ നളിനാക്ഷൻ P-യുടെ നേതൃത്വത്തിൽ SI അൻസാർ N, പ്രൊബഷൻ സബ് ഇൻസ്പെക്ടർ മൗഷ്മി, SI രാജൻ, SCPO ലിനീഷ് PV, ഗുരുരാജ A, CPO ജെയിംസ് എന്നിവർക്കൊപ്പം ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡും ചേർന്നാണ് സമർത്ഥമായി പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ തങ്കയത്തെ വാസ്തു രത്നകുലപതി ബ്രഹ്മശ്രീ ഡോക്ടർ സോമരാജ് രാഘവാചാര്യയ്ക്ക് അന്താരാഷ്ട്ര സംഘടനകളുടെ ദേശീയ ബഹുമതിയായ ശ്രേഷ്ഠ സേവാരത്നം പുരസ്കാരം ലഭിച്ചു. പാലക്കാട് ആസ്ഥാനമായ ബെസ്റ്റ് ഡീഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ അവാർഡ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒരു വ്യക്തിക്ക് ആദ്യമായാണ് ലഭിക്കുന്നത്. നിസ്വാർത്ഥ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വാസ്തുശാസ്ത്ര, താന്ത്രിക, വാസ്തുശാസ്ത്ര രംഗങ്ങളിലെ മികവും പരിഗണിച്ചാണ് ഡോക്ടർ സോമരാജ് രാഘവാചാര്യയെ ശ്രേഷ്ഠ സേവാരത്നം പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ പാലക്കാട് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകനും നിയമ, ന്യൂറോ സയൻസ് വിഭാഗങ്ങളിൽ ഡോക്ടറേറ്റുകളും നേടിയ പ്രൊഫസർ ഡോക്ടർ സുരേഷ് K ഗുപ്തനിൽ നിന്നുമാണ് ഇദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങിയത്. സനാതന ഇല്ലം വാസ്തു രത്ന കുലപതി ബ്രഹ്മശ്രീ ഡോക്ടർ സോമരാജ് രാഘവാചാര്യ തൻ്റെ 15ാമത് വയസ്സിലാണ് വാസ്തുശാസ്ത്ര പഠനം തുടങ്ങിയത്. ബ്ലാത്തൂർ വചസ്പതി ഗോവിന്ദൻ മേലാചാരിയിൽ നിന്നും വാസ്തുശാസ്ത്രീയ പഠനം നടത്തി. തുടർന്ന് 15 ഗുരുക്കന്മാരിൽ നിന്നായി വേദപഠനം പൂർത്തിയാക്കി. ദേവപൂജയുമായി ബന്ധപ്പെട്ട അഗ്നിഗോത്രി കൂടിയാണ് ഇദ്ദേഹം. തമിഴ്നാട് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ സോമരാജ് രാഘവാചാര്യ വാസ്തുശാസ്ത്രം, താന്ത്രിക വാസ്തുശാസ്ത്രം, നിത്യ നൈമിത്തിക അനുഷ്ഠാന കർമ്മങ്ങളും പഠിപ്പിക്കുന്ന ഭാരതീയ വാസ്തുശാസ്ത്ര മണ്ഡലത്തിൻ്റെ അംഗീകാരത്തോടെ ഗുരുകുല വിദ്യാലയവും നടത്തി വരുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന തിരമാല സിനാൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചു വരുന്നു. 3.5 പതിറ്റാണ്ട് കലാരംഗത്ത് സജീവമായി തുടർന്ന ഡോക്ടർ സോമരാജ് രാഘവാചാര്യ നൂറുകണക്കിന് വേദിയിൽ പ്രമുഖരുമൊത്ത് തബലവാദനം നടത്തി വരുന്നുണ്ട്. TP മഞ്ജുളയാണ് ഭാര്യ. മകൾ സോജുന അഭിജിത്ത് നൃത്താധ്യാപികയാണ്. മകൻ സുജിനേഷ് അബുദാബിയിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. വാസ്തുശാസ്ത്ര രംഗത്തും കലാപ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കുടുംബം പൂർണ്ണ പിന്തുണ നൽകുന്നതായി ഡോക്ടർ സോമരാജ് രാഘവാചാര്യ പറഞ്ഞു. ഉറുമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ട്രെയിനിൽ നിന്നും ഹൈദരാബാദ് സ്വദേശിനിയുടെ സ്വർണ്ണമാല, വളയും, വാച്ച്, ഐഫോൺ ചാർജർ, പണം എന്നിവയടങ്ങിയ ഹാൻഡ് ബാഗ് കവർന്ന കേസിലെ പ്രതി പിടിയിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് ആനാട് സ്വദേശി അശ്വിനെയാണ് കാസർഗോഡ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റ് 26-നും 27-നും ഇടയിലുള്ള സമയത്ത് കച്ചിഗുഡ മുരുടേശ്വരം ട്രെയിനിൽ നിന്നുമാണ് യുവാവ് മോഷണം നടത്തിയത്. ട്രെയിനിൽ നിന്നും യുവതിയുടെ 30 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാലയും 12 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണവളയും
ഫാസ്റ്റ് ട്രാക്ക് വാച്ച്, ഐഫോൺ ചാർജർ, 1050 രൂപ എന്നിവ അടങ്ങിയ ഹാൻഡ് ബാഗ് മോഷ്ടിച്ച തിരുവനന്തപുരം നെടുമങ്ങാട് ആനാട് സ്വദേശി അശ്വിനെ കാസർഗോഡ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. സമാനമായ മറ്റൊരു കേസിൽ തിരുനെൽവേലി റെയിൽവേ പോലീസ് ഇടുക്കിയിൽ നിന്ന് യുവാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. വിവരം ലഭിച്ച കാസർഗോഡ് റെയിൽവേ പോലീസ് തിരുനെൽവേലിയിൽ എത്തുകയും ജയിലിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് പ്രതിയെ കാസർഗോഡ് എത്തിക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ തൃശൂരിലെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. കഴിഞ്ഞ ഓഗസ്റ്റ് 26, 27 തീയതികൾക്കിടയിലെ സമയത്ത് കച്ചിഗുഡയിൽ നിന്നും മുരുടേശ്വരം വരെ പോകുന്ന ട്രെയിനിലാണ് യുവാവ് മോഷണം നടത്തിയത്. ട്രെയിനിലെ B4 കോച്ചിൽ ഉടുപ്പിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഹൈദരാബാദ് സ്വദേശിനി. മോഷണ വിവരം അറിഞ്ഞ യുവതി കാസർഗോഡ് റെയിൽവേ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. SHO രജികുമാറിന്റെ നേതൃത്വത്തിൽ ASI വേണുഗോപാൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ മാത്യു, സുധീഷ്, സുശാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 10ഓളം മോഷണ കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പടന്ന ഷറഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 1ാമത് ബിരുദദാന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പടന്ന എടച്ചക്കൈ ആർക്കോയിൽ നടക്കുന്ന ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കിഴോത്ത് മുഖ്യാതിഥിയാവും. കാസർഗോഡ് ജില്ലയുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയുടെ പരിഹാരം ലക്ഷ്യമിട്ട് 2003 പഠന കേന്ദ്രമായി രൂപം കൊണ്ട ഷറഫ് കോളേജ് ഇതാദ്യമായാണ് ബിരുദദാന സമ്മേളനം നടത്തുന്നത്. ഒക്ടോബർ 4 പടന്ന എടച്ചാക്കെ ആർക്കോയിൽ നടക്കുന്ന ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കിഴാത്ത് മുഖ്യാതിഥിയാവും. 110 വിദ്യാർത്ഥികളാണ് അവരുടെ PG, UG പഠനശേഷമുള്ള ബിരുദ സർട്ടിഫിക്കറ്റുകൾ മുഖ്യാതിഥിയിൽ നിന്നും സ്വീകരിക്കുക. ഇതിൽ 3 വിദ്യാർത്ഥികൾ കണ്ണൂർ സർവകലാശാല പരീക്ഷയിലെ ടോപ്പേഴ്സ് പദവി നേടിയവരാണ്. ഈ ചടങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിലൊരു ഗ്രാജുവേഷൻ സെറമണി ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോഴും പലപ്പോഴും ഞങ്ങൾക്ക് ഈ പറയുന്ന പാസ് ഔട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയത്ത് സംഘടിപ്പിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ആ സമയത്ത് ഒരുപക്ഷെ കുട്ടികൾ പല കോഴ്സുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലും പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സമയക്രമം കൂടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ ഈ വർഷം അത് എല്ലാവരുടെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ മോഹപ്പെടുത്തുകൊണ്ട് അവരുടെ സമയം കൂടി നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രാജുവേഷൻ സെറമണി നീണ്ടുപോകാൻ കാരണം. 7 കോഴ്സുകളിലാണ് കോളേജിൽ നിന്നും ഇതുവരെ 4000ഓളം വിദ്യാർത്ഥികൾ പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത്. സിലബസിന്റെ ഭാഗമായി തന്നെ ആഡ് ഓൺ കോഴ്സുകൾ, പ്രത്യേക പരിശീലനങ്ങൾ, സെമിനാറുകൾ, വ്യത്യസ്ത ഫീൽഡ് വർക്കുകൾ തുടങ്ങിയവയും വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും കോളേജ് നൽകി വരുന്നുണ്ട്. ഒക്ടോബർ 4 നടക്കുന്ന ബിരുദദാന സമ്മേളനത്തിൽ KSMA സംസ്ഥാന പ്രസിഡന്റ് MPA റഹീം, വിദ്യാഭ്യാസ വിദഗ്ധനായ ഡോക്ടർ KK ജൗഹർ തുടങ്ങിയവരും അതിഥികളായി എത്തും. ഉന്നത പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ചടങ്ങിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഷറഫ് കോളേജ് മാനേജർ VKP അഷ്റഫ്, സെക്രട്ടറി BS മുഹമ്മദ് ഷരീഫ്, ട്രഷറർ KMC താജുദ്ദീൻ, അക്കാഡമിക് കോഓർഡിനേറ്റർ P താജുദ്ദീൻ, മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗം മേധാവി P സിന്ധു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ബിന്ദു ജ്വല്ലറിയിൽ മിനി ഹൂപ്പ് ഓർ ലിറ്റിൽ സ്പാർക്കിൾ ഡേയുടെ സമാപനം വിവിധ പരിപാടികളോടെ നടന്നു. ഗ്രാൻഡ് ഫിനാലെ മാതൃകയിൽ കുട്ടികളുടെ റാമ്പ് വാക്ക് ഉൾപ്പെടെയുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ബെസ്റ്റ് പാരന്റിനെ തിരഞ്ഞെടുക്കുകയും പരിപാടിയിൽ ഓണം ബമ്പർ സമ്മാനങ്ങൾ വിതരണം നടത്തുകയും ചെയ്തു. കാസർഗോഡ് ബിന്ദു ജ്വല്ലറിയിൽ മിനി ഹൂപ്പ് അവർ ലിറ്റിൽ സ്പാർക്കിൾ ഡേയുടെ സമാപനം വർണ്ണാഭമായ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. ഗ്രാൻഡ് ഫിനാലെ മാതൃകയിൽ കുട്ടികളുടെ റാമ്പ് വാക്ക് ഉൾപ്പെടെയുള്ള പരിപാടികളോടെയാണ് സമാപനം ആഘോഷമാക്കിയത്. താളത്തിനൊത്ത് അതിമനോഹരമായാണ് കുട്ടികൾ റാമ്പിൽ ചുവട് വെച്ചത്. കുട്ടികളുടെ പ്രകടനം ആവേശകരവും രസകരവുമായ ദൃശ്യാനുഭവം പകർന്നു. കുട്ടികൾക്ക് അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനുമുള്ള വേദിയായി റാമ്പ് വാക്ക് മാറി. ചെറിയ കുഞ്ഞുമക്കളാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, സൂപ്പർ ആറ്റിറ്റ്യൂഡൊക്കെ എടുക്കാൻ പോകുന്നത്. ശരി, കമോൺ.
Good. Yes, നല്ല കാറ്റുണ്ട്. Good. Done. After. Yes. അത് നല്ല കാറ്റോട്ടെ കുഞ്ഞു പോലെ. Okay, very good. നല്ല കൈ കൊടുത്ത്. Ready? 1, 2, start. Yes, 3, ready? 1, 2, start. അമ്മയെ കണ്ടിട്ടില്ല. Ready, start. പ്രൊഫഷണൽ ആണെന്ന് തോന്നുന്നു അല്ലേ? സ്പീഡ് കുറച്ചാണ്. 1, 2, start. Yeah. Good. അതല്ല കയ്യിൽ കൊടുത്തത്. റാംവാക്കിൽ ദേവാത്മീയ 1-ാം സ്ഥാനവും ആദിൽ 2-ാം സ്ഥാനവും അദ്വിത് 3-ാം സ്ഥാനവും നേടി. പരിപാടിയിൽ കുട്ടികളിലെ ബെസ്റ്റ് പാരന്റിനെ തെരഞ്ഞെടുക്കുകയും സമ്മാനം നൽകുകയും ചെയ്തു. പുഷ്പ ബാരിക്കാടാണ് ബെസ്റ്റ് മദറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓണത്തോടനുബന്ധിച്ച് ബിന്ദു ജ്വല്ലറിയിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ഓണം ബമ്പർ സമ്മാന പദ്ധതിയും ഒരുക്കിയിരുന്നു. ഓണം ബമ്പർ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു. 1-ാം സമ്മാനമായ ഫ്രിഡ്ജ് സ്വാതി കരസ്ഥമാക്കിയപ്പോൾ 2-ാം സമ്മാനമായ TV വിശാലാക്ഷിയും 3-ാം സമ്മാനമായ വാഷിംഗ് മെഷീൻ യശോദയും സ്വന്തമാക്കി. ജ്വല്ലറി അധികൃതർ, സ്റ്റാഫ് അംഗങ്ങൾ, ഉപഭോക്താക്കൾ, കുട്ടികൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൊതുയിട ശുചീകരണ പ്രവർത്തനത്തിന് ശക്തമായ മഴ പോലും തടസ്സമാകില്ലെന്ന് കാട്ടിത്തരുകയാണ് തൃക്കരിപ്പൂർ ഇയക്കാട് മഹാത്മാ സാംസ്കാരിക വേദി പ്രവർത്തകർ. ഇയക്കാട് വായനശാല മുതൽ ട്രാൻസ്ഫോമർ ജംഗ്ഷൻ വരെയുള്ള റോഡരികിലെ കാടും പടലും ഇവർ വെട്ടിനീക്കി. ഗാന്ധി ജയന്തി ദിനത്തിൽ പാതയോര ശുചീകരണത്തിലേർപ്പെട്ട ഇയക്കാട് മഹാത്മാ സാംസ്കാരിക വേദി പ്രവർത്തകർക്ക് വെല്ലുവിളിയായി മഴ കനത്തു പെയ്തു. പിന്മാറാതെ ഉച്ചയ്ക്ക് മുൻപ് ഇയക്കാട് വായനശാല മുതൽ ട്രാൻസ്ഫോമർ ജംഗ്ഷൻ വരെയുള്ള റോഡരികിലെ തടസ്സങ്ങൾ ഇവർ കൈക്കോട്ടും കത്തിവാളും ഉപയോഗിച്ചും കാടുവെട്ട് യന്ത്രവും ഉപയോഗിച്ചും നീക്കം ചെയ്തു. 3 മണിക്കൂർ കൊണ്ട് പാതയോരം പൂർണ്ണമായും സേവന പ്രവർത്തനത്തിലൂടെ ശുചീകരിച്ചു. മഹാത്മാ സാംസ്കാരിക വേദി പ്രസിഡന്റ് വി മനോഹരൻ, സെക്രട്ടറി കെ രാമചന്ദ്രൻ, ആർ മധുസൂദനൻ, എം കൃഷ്ണചന്ദ്രൻ, കെ മോഹനൻ, ആർ ധനേഷ്, ചന്ദ്രൻ നാലപ്പാടാൻ, എം പ്രമോദ്, പി ദാമോദരൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഹൊസങ്കടി പീസ് ക്രിയേറ്റീവ് ഇംഗ്ലീഷ് മീഡിയം സെൻട്രൽ സ്കൂളിൽ പീസ് ടാലന്റ് ഹണ്ട് പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു.
കഴിഞ്ഞ 17 വർഷമായി വിദ്യാഭ്യാസ മേഖലയിലെ നിറസാന്നിധ്യമായ ഹൊസങ്കടി പീസ് ക്രിയേറ്റീവ് ഇംഗ്ലീഷ് മീഡിയം സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകളിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ നാഴികക്കല്ലുകൾ സൃഷ്ടിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പീസ് ടാലന്റ് ഹണ്ട് സാംസ്കാരിക പരിപാടി സ്കൂളിൽ സംഘടിപ്പിച്ചത്. പരിപാടിയിൽ വിദ്യാർത്ഥികൾ വിവിധ കലകൾ പ്രദർശിപ്പിക്കുകയും പ്രേക്ഷകരുടെ പ്രശംസ നേടുകയും ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. Well planned means you have to understand to develop each person's personality. That should happen scientifically as well as psychologically. And when we consider about health and social interaction, all we have to consider. We are generating here the global citizen. തുടർന്ന് ഖുർആൻ പാരായണ മത്സരം, പ്രസംഗം, ഗാനാലാപനം, നാടകം, കവിത, ചിത്രരചന, കരാട്ടെ പ്രകടനം തുടങ്ങി വിവിധ സാംസ്കാരിക പരിപാടികൾ വിദ്യാർത്ഥികൾ വേദിയിൽ അവതരിപ്പിച്ചു. വിനോദത്തോടൊപ്പം തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ച ഈ പരിപാടി വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം പകരുന്നതായി മാറി. ഇതോടൊപ്പം കലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വൈവിധ്യമാർന്ന കഴിവുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും മത്സര അന്തരീക്ഷത്തിൽ എങ്ങനെ മികവ് കൈവരിക്കാമെന്നതിനെക്കുറിച്ചും ഒരു അവബോധം കൂടി വിദ്യാർത്ഥികളിൽ പരിപാടി പകർന്നു നൽകി. സ്കൂൾ കോർഡിനേറ്റർമാരായ ഫാത്തിമ റോഷ്നി, റാഷിദ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്കൂൾ ചെയർമാൻ അബ്ദുൽ റഹ്മാൻ അരിമല, അക്കൗണ്ട് മാനേജർ മുഹമ്മദ് കല്ലായി, സ്കൂൾ അധ്യാപകർ എന്നിവരുൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പലസ്തീനിൽ പിടഞ്ഞു മരിക്കുന്ന വിശന്നു കരയുന്ന കുഞ്ഞുമക്കൾക്ക് വിദ്യാരംഭ ദിനത്തിൽ വേറിട്ട രീതിയിൽ ഐക്യദാർഢ്യമേകി ഇങ്ങ് കാഞ്ഞങ്ങാട്ട് ഒരു പിതാവ് തന്റെ പൊന്നുമോളുടെ നാവിൻ തുമ്പിൽ അരിമണികളിൽ ഗസ എന്ന് ആദ്യാക്ഷരം കുറിച്ച് ആവിക്കരയിലെ പ്രിയേഷാണ് ഫലസ്തീനിലെ കുരുന്നുകളെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചത്. രാവിലെ വീട്ടിൽ നടന്ന ചടങ്ങിന് മാതാവ് രേഷ്മയും മൂത്തമകൾ വൈകാലക്ഷ്മിയും സാക്ഷികളായി. അറിവിൻ്റെ അക്ഷരലോകത്തേക്ക് പൊന്നുമകൾ നിളയെ കൈപിടിച്ചുയർത്തുമ്പോൾ ഫലസ്തീനിൽ പിടഞ്ഞു മരിക്കുന്ന വിശന്നു കരയുന്ന കുഞ്ഞുമക്കൾക്ക് ഐക്യദാർഢ്യമേകണമെന്ന പ്രിയേഷിൻ്റെ തീരുമാനമാണ് ഇത്തരത്തിലുള്ള വേറിട്ട വിദ്യാരംഭത്തിലേക്ക് നയിച്ചത്. തൻ്റെ പൊന്നുമകളുടെ നാവിൻ തുമ്പിൽ അരിമണികളിൽ ഗസ എന്ന് ആദ്യാക്ഷരം കുറിച്ചാണ് കാഞ്ഞങ്ങാട് ആവിക്കര സ്വദേശിയായ പ്രിയേഷ് ഫലസ്തീനിലെ കുരുന്നുകളെ വിശേഷ ചടങ്ങിലൂടെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചത്. തൻ്റെ പൊന്നുമോളുടെ നാവിൻ തുമ്പിൽ അരിമണികളിൽ ഗസ എന്ന് ആദ്യാക്ഷരം കുറിച്ചാണ് കാഞ്ഞങ്ങാട് ആവിക്കര സ്വദേശിയായ പ്രിയേഷ് ഫലസ്തീനിലെ കുരുന്നുകളെ വിശേഷ മുഹൂർത്തത്തിൽ ഹൃദയത്തോട് ചേർത്തു പിടിച്ചത്. രാവിലെ വീട്ടിൽ നടന്ന ചടങ്ങിന് മാതാവ് രേഷ്മയും മൂത്തമകൾ വൈകലക്ഷ്മിയും സാക്ഷികളായി. കുഞ്ഞുകൈകൊണ്ട് നിള ആദ്യമെഴുതിയതും ഫലസ്തീനിലെ കുരുന്നുകൾക്ക് വേണ്ടിയായിരുന്നു. ഫലസ്തീൻ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു കുഞ്ഞുനിള എഴുതിയത്. ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നും ബോംബ് പൊട്ടിയും കൊല്ലപ്പെടുമ്പോൾ അവളുടെ കുഞ്ഞുകൈകൊണ്ട് മറ്റൊന്നും എഴുതിക്കുവാൻ തനിക്ക് സാധിക്കില്ലെന്നായിരുന്നുവെന്ന് പ്രിയേഷ് പറഞ്ഞു. മകൾ വളർന്നു വലുതാകുമ്പോൾ അവളുടെ ആദ്യാക്ഷരത്തെക്കുറിച്ചോർത്ത് അഭിമാനിക്കട്ടെ എന്നും പ്രിയേഷ് പറഞ്ഞു. ആവിക്കര CPM ബ്രാഞ്ച് സെക്രട്ടറിയായ പ്രിയേഷ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള നവോദയ മണ്ഡലം കാസർഗോഡ് ജില്ലാ പ്രവർത്തക സംഗമവും ജില്ലയിലെ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും നടത്തി. ചെറുവത്തൂർ ഫാമേഴ്സ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പ്രവർത്തക സംഗമം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധി എന്ന നിലയിൽ ശുചിത്വ മേഖലയിൽ ഉൾപ്പെടെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവയ്ക്ക് സർവോദയ മണ്ഡലം കാസർഗോഡ് ജില്ലാ പ്രവർത്തക സംഗമ വേദിയിലാണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. ശുചിത്വ മികവ് പരിഗണിച്ച് രാജ്യ തലസ്ഥാനത്ത് കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ VK ബാവ പ്രത്യേക ക്ഷണിതാവ് കൂടിയായിരുന്നു. ചെറുവത്തൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം VK ബാവയ്ക്ക് സമർപ്പിച്ചു. സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് PP ബാലചന്ദ്രൻ ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. അവാർഡ് ജേതാവിനെ സർവോദയ മണ്ഡലം ട്രഷറർ YMC ചന്ദ്രശേഖരൻ പരിചയപ്പെടുത്തി. ജില്ലാ പ്രവർത്തക സംഗമം കേരള സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് T ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ AV ഭരതൻ, KV രാഘവൻ മാസ്റ്റർ, രാജേന്ദ്രൻ പയ്യാടക്കത്ത്, EA ബാലൻ, രാഘവൻ കുളങ്ങര, പത്മനാഭൻ പലേരി, അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത്, K ശശി എന്നിവർ സംസാരിച്ചു.
കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങിയ VK ഭാവ മറുപടി പ്രസംഗം നടത്തി. ശില്പി രവി പിലിക്കോടിനെ പ്രവർത്തക സംഗമത്തിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മാവുങ്കാൽ കല്യാൺ റോഡ് ശ്രീ മാരിയമ്മ ക്ഷേത്ര നവരാത്രി പൂജ മഹോത്സവത്തിന് സമാപനം. സമാപനത്തോടനുബന്ധിച്ച് കരിങ്കാല സ്വരൂപനായ ഗുളികരാജന്റെ പുറപ്പാട് നടന്നു. മാവുങ്കാൽ കല്യാൺ റോഡ് ശ്രീ മാരിയമ്മ ക്ഷേത്ര നവരാത്രി പൂജ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സമാപനമായത്. സമാപനത്തോടനുബന്ധിച്ച് കരിങ്കാല സ്വരൂപനായ ഗുളികരാജന്റെ പുറപ്പാട് നടന്നു. നിരവധി ഭക്തജനങ്ങൾ അനുഗ്രഹം തേടാനായി ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ബാലൻ തേളപ്പുറത്ത്, സംഘാടക സമിതി ചെയർമാൻ VB സത്യനാഥ്, വിനോദ് കുമാർ, നാരായണൻ, സജീവൻ പൂജാരി, സുധീഷ് S, അനി, MV നാരായണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തുടി സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷം നടന്നു. പുടംകല്ല് പൈനിക്കരയിലെ ജോയ്സ് ഹോം സ്റ്റേ ഹാളിലാണ് പരിപാടി നടന്നത്. പൂടംകല്ല് പൈനിക്കരയിലെ ജോയിംസ് ഹോം സ്റ്റേ ഹാളിൽ വെച്ച് നടന്ന വാർഷികാഘോഷം തുടി സാംസ്കാരിക വേദി ചെയർമാൻ രാഘവൻ ചേറ്റുകല്ല് ഉദ്ഘാടനം നിർവഹിച്ചു. സംവരണം എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം അവിടെ നിന്ന് പട്ടികക്കാരുണ്ടോ എന്നാണ് ആൾക്കാർ നോക്കുന്നത്. അത് മാത്രമാണോ? 50% സംവരണമുണ്ട്. നമുക്ക് ആകെ എത്രയാണ്? 10%. ബാക്കി 40% സംവരണവും ഈ പിന്നോക്കക്കാർ കൊണ്ടുപോകുന്നില്ലേ? അതിനെക്കുറിച്ച് ആർക്കും വേവലാതിയില്ല, പരാതികളില്ല, ഒരു പരിഭവമില്ല. സംവരണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കിക്കോളും. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ ഞാൻ പറഞ്ഞിപ്പോൾ ഈ നോക്കൂ, നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യുവാക്കൾ ഉൾപ്പെടെ എല്ലാവരും വന്നിട്ടുണ്ട്. സംവരണം എന്ന് പറഞ്ഞാൽ അത് ന്യായമായും നമുക്ക് ലഭിക്കേണ്ട ഒരു അവകാശമാണ് എന്ന തരത്തിൽ പൊതു സംവാദത്തിന് തയ്യാറാകാൻ നമ്മൾ എല്ലാവരും തയ്യാറാകണം. സംവരണ വിഷയത്തിൽ ആരെങ്കിലും നിങ്ങളെ വേദിയാകണമെന്നില്ല. നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്ത്, മറ്റേ പൊതുവിഭാഗത്തിൽപ്പെടുന്ന സുഹൃത്ത് സംവരണത്തിനെതിരെ സംസാരിക്കുന്നെങ്കിൽ, പക്ഷേ സംവരണം യഥാർത്ഥത്തിൽ എന്തിനാണ് ഏർപ്പെടുത്തിയത് എന്നുള്ള കാര്യം നമുക്ക് പൊതുവേദികളിൽ, പൊതു ഇടങ്ങളിൽ സംവാദത്തിന് തയ്യാറായി നിൽക്കാൻ തരത്തിലുള്ള പഠനം നമ്മൾ സ്വയം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അത്തരം പഠനങ്ങളിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചു മറ്റൊരു തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കാൻ കഴിയൂ. അത് സോഷ്യൽ മീഡിയ നമുക്കൊന്ന് പരിശോധിച്ചാൽ മതി. നമുക്കിപ്പോൾ ഡോക്ടർ TS ശ്യാംകുമാർ, സണ്ണി കവിക്കാട് ഇവരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ മാത്രം മതി. പുസ്തകങ്ങൾ നിർബന്ധമായി വായിക്കണമെന്നില്ല. തുടി സാംസ്കാരിക വേദി ചെയർമാൻ കമലാക്ഷൻ കക്കോൽ അധ്യക്ഷത വഹിച്ചു. രാജു കൈതോട്, രാഘവൻ M, ബിനു P നാഗൻ, രണദിവൻ, വിഷ്ണു ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് തുടി കൺവീനർ ഡോക്ടർ U ബാലകൃഷ്ണൻ പ്രബന്ധം അവതരിപ്പിച്ചു. കൃഷ്ണൻ C മോഡറേറ്ററായി. മോഹനൻ കോട്ടപ്പാറ സ്വാഗതവും ചന്ദ്രൻ കായലടുക്കവും നന്ദിയും പറഞ്ഞു. തുടർന്ന് തുടി സാംസ്കാരിക വേദിയുടെ കുടുംബസംഗമവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാർവജനിക ശ്രീ ശാരദാ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് നിന്ന് ശോഭയാത്ര നടന്നു. സാർവജനിക ശ്രീ ശാരദാ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് സാർവജനിക ശോഭായാത്രയിൽ അണിനിരുന്നത്. ഹോസ്ദുർഗ ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്തു നിന്നുമാണ് ശോഭായാത്ര പുറപ്പെട്ടത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് ശോഭായാത്ര പുറപ്പെട്ടത്. ശോഭായാത്ര നിത്യാനന്ദാശ്രമത്തിലെത്തി ശാരദാദേവിയുടെ വിഗ്രഹം നിമജ്ജനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS ആദ്യ ബാച്ചിന്റെ പ്രവേശനോത്സവം നടന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓടയംചാലിലെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 8 കോടി രൂപ ചെലവഴിച്ചാണ് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചത്. MDMA
വിശദമായി അണങ്കൂർ സ്വദേശി പിടിയിൽ. മുഹമ്മദ് റിയാസ് ആണ് വീട്ടിൽ സൂക്ഷിച്ച മയക്കുമരുന്നുമായി പിടിയിലായത്. ബ്രഹ്മശ്രീ ഡോക്ടർ സോമരാജ് രാഘവചാര്യയ്ക്ക് ശ്രേഷ്ഠ സേവാരത്നം പുരസ്കാരം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒരു വ്യക്തിക്ക് ആദ്യമായാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ട്രെയിനിൽ നിന്നും ഹൈദരാബാദ് സ്വദേശിനിയുടെ ഹാൻഡ് ബാഗ് കവർന്ന കേസിലെ പ്രതി പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി അശ്വിനാണ് പിടിയിലായത്. മഴ പോലും തടസ്സമായില്ല. മഹാത്മാ സാംസ്കാരിക വേദി പ്രവർത്തകർ ഇയക്കാട് വായനശാല മുതൽ ട്രാൻസ്ഫോമർ ജംഗ്ഷൻ വരെയുള്ള റോഡരിക് ശുചീകരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.